സമയം വൈകിട്ട് 4:30 മണിയായിട്ടുണ്ട്. നമ്മള് തോട്ടം നനക്കാനും വേണ്ടി ഇറങ്ങിയതാണ്. കൂടെ സഹോദരനുണ്ട്. അങ്ങനെ നമ്മള് ഈ കാണുന്ന സെന്ററിൽ കൂടി പൈപ്പ് ഇതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഉപ്പതവിടെ ഈ ജോയിന്റിലെ അവിടെ കയറ് സ്ട്രോങ്ങിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലോഡ് അത്ര വലിയ കൂടുതലായിട്ട് വരുന്നില്ല കേട്ടോ. ലോഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫിൽറ്ററിൽ കച്ചറ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് കൂടും. അപ്പോൾ ആ സമയത്ത് ഇവിടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് നന്നായിട്ട് കൂടുന്നത് കാണാൻ പറ്റും. നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്നത് ഇതാ ഇവിടുന്നാണ്. കുളത്തിലെ കച്ചറൊക്കെ നീക്കിയപ്പോഴേ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുന്ന പോലെ ആവില്ല, ചിലപ്പോൾ ചെറിയ കച്ചറ ഉണ്ടെങ്കിൽ അത് വരെ നമ്മുടെ ഫിൽറ്ററിനകത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫൂട്ട് വാൾവ് ഉണ്ടല്ലോ, ഇത് വെള്ളത്തിൽ നിന്ന് അടിയിൽ നിന്ന് കുറച്ച് പൊക്കി കെട്ടിയിട്ടുണ്ട്. ഇന്നലെ കുളത്തിൽ മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ പിടിച്ച് അതുപോലെ തന്നെ കുളത്തിലെ കച്ചറൊക്കെ കുറേയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ കുളത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോട്ടർ ഇട്ട സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളായിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ടാണ്. യെല്ലോ മഞ്ച് വെറൈറ്റി തണ്ണിമത്തനാണ് ഈ കിടക്കുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവിടൊക്കെ വെള്ളമില്ല. സിപ്പ പൈപ്പ് ഇവിടെ പോണ്. ഓക്കെ, അൽഹംദുലില്ലാ ഇവിടെയൊക്കെ വെള്ളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. യെല്ലോ മഞ്ചൊക്കെ നമ്മൾ ഫെബ്രുവരി 20-ാം തീയതിയായിട്ടാണ് നമ്മൾ സീഡ് ഇവിടെ ഡയറക്റ്റ് മണ്ണിലിട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 26-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഏരിയയിലൊക്കെ വിളവെടുക്കാൻ പറ്റുക. കുറച്ച് ദിവസം കൂടി ഹോൾഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇവിടെയൊക്കെ കളതിൻ്റെ ഇടയിൽ കയറി കിടക്കണ്ടില്ലേ. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലിടയ്ക്ക് 2-3 തവണ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് കച്ചറ മാറ്റേണ്ടി വന്ന്. സഹോദരൻ സുബേർക്ക നമ്മൾ 1 മണിക്കൂറോളം വെള്ളം പമ്പ് ചെയ്തപ്പോൾ നേരിട്ട് കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ ഫുട് വാൾവ് കുറച്ചൊന്ന് പൊന്തി നിന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുട് വാൾവിൻ്റെ അടിയിൽ ഒരു നെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്, കച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഒഴിവാക്കി കൊടുത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമ അസങ്കാക്ക കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ടുള്ള കൂടെ ഉണ്ട്. വെള്ളം തരിക മാത്രമല്ല, വെള്ളം നമുക്ക് പമ്പ് ചെയ്യണതിന് കൂടെ നിന്നിട്ട് തന്നെ വേണ്ട സഹായ സഹകരണമൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. വലിയൊരു താങ്ക്സ് തന്നെ ഉണ്ട് നമ്മൾ അസങ്കാക്കാക്ക്. ഈ മോലൊക്കെ നല്ല നീക്കിക്കണം കയറും അതിൻ്റെ അടിയിൽ നിന്നാൽ പിന്നെ കാത്തുമ്പോഴേ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ചെടികളൊക്കെ എത്രത്തോളം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റില്ല. നമ്മുടെ വെണ്ടയ്ക്ക ഫ്ലവർ ചെയ്തിട്ട് കായ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കക്കേരിക്ക ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ചീര ഇതിലിടക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ വരും, വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കുറവ് കാരണമുള്ള അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചില്ലായിരുന്നു കാര്യങ്ങളൊക്കെ. വെണ്ടണ്ടിയിലെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നോക്കിയിട്ട് ഇവിടെ വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിന് മുകളിൽ നനച്ചല്ല വെള്ളം എത്തിയില്ല. ഇവിടെയൊക്കെ നല്ല കള പൊന്തിട്ടോ കേട്ടോ. വെണ്ടൊക്കെ ഇവിടെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും, വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കിവിടെ വെള്ളം തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽവാസി അസങ്കാക്കയാണ്. അപ്പോൾ അസങ്കാക്ക നമുക്ക് ചെയ്തു തന്നുള്ള ഉപകാരം മറക്കാൻ പറ്റാത്ത വലിയൊരു ഉപകാരം തന്നെയാണ്. കാരണം ഈ വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷി ചിലപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ള വലിയൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു നേരം ഇപ്പോൾ വെള്ളം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഒരു 2 ആഴ്ചയും കൂടി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഓടിക്കണം. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും, വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ.